CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി, സിദ്ദിഖിനെതിരെ കേസെടുക്കണം, കേസെടുത്തില്ലെങ്കിൽ കേസെടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുകയുണ്ടായി. ഞാൻ ഗഗാറിനെ വെല്ലുവിളിക്കുകയാണ്, എന്നാൽ താനങ്ങ് കേസെടുക്ക് ബഹുമാന്യനായ ഗഗാറിൻ. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെയാണ് വയനാട്ടിലെ പോലീസ് കേസെടുക്കുന്നതെങ്കിൽ ആ കേസ് നേരിടാൻ, സിദ്ധാർത്ഥിന് വേണ്ടി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മെ കേസെടുക്കാൻ വെല്ലുവിളിക്കുക. ഹോസ്റ്റലിൽ പോയതിന്റെ പേരിൽ കേസെടുക്കണം. അതാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഞാൻ CPM ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുന്നു, ഹോസ്റ്റലിൽ പോയതിന്റെ പേരിൽ കേസെടുക്കാൻ വെല്ലുവിളിക്കുകയാണ്. പോലീസും ഗഗാറിനും കേസെടുക്കട്ടെ. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് കേസുണ്ടാവില്ല എന്നുള്ള ധാരണയിലല്ല, കേസും ജയിലും ഒക്കെ ഉണ്ടാവും എന്നുള്ള മുൻബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭരിക്കുന്നത് CPM-ഉം പ്രതികൾ SFI-യും പോലീസാണ്, പിണറായി വിജയന്റെ പോലീസുമാണ് ഇവിടെ. ഞങ്ങൾക്ക് അതിലൊന്നും ഭയമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, ഈ കേസിൽ സിദ്ധാർത്ഥിന് വേണ്ടി ഇടപെടാൻ നേതൃത്വം കൊടുത്ത എല്ലാവരെയും വ്യക്തിപരമായി, രാഷ്ട്രീയപരമായി ഇല്ല കഥകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും അവരുടെ മുഖം തകർക്കലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് CPM-ന്റെ സ്ഥിരം ശൈലിയാണ്. ആ ശൈലി ഈ കേസിൽ നടത്തുക. ഇന്നലെ വെറ്റിനറി കോളേജിന്റെ പരിസരത്ത് നടന്ന യോഗത്തിലെ രണ്ടുപേരുടെ ഇവരുടെ ഗഗാറിന്റെ ഉൾപ്പെടെ പ്രസംഗം, ഇന്നലത്തെ പത്രസമ്മേളനം, ഈ ഇടപെടൽ വളരെ കൃത്യമാണ്. എന്താ? പ്രതികളെ പിടിക്കുകയല്ല അവർക്കാവശ്യം. അവർക്കാവശ്യം ഇടപെടുന്നവരെ തേജോവധം ചെയ്യലാണ്. ആ ഭീഷണിയും തേജോവധവും CPM ഓഫീസിലും വീട്ടിലും ചെലവഴിച്ചാൽ മതി, ഞങ്ങളോട് നടക്കില്ല എന്ന് CPM-നോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അരുംകൊല ചെയ്ത, നിങ്ങൾ കെട്ടിത്തൂക്കി കൊല ചെയ്ത ഈ മിടുക്കനായ പാവം വിദ്യാർത്ഥിക്ക് നീതി കിട്ടുന്നത് വരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ നടത്തും, പോരാടും. ആ പോരാട്ടത്തെ വ്യക്തിപരമായ ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന് അതിനെ വഴിതിരിച്ചു വിടാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിൽ വീഴാൻ ഒരുക്കല്ല.